ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് കോളിഫ്ലവർ എഗ് ഫ്രൈ ആണ്. അപ്പം ഞാൻ അത്യാവശ്യം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒഴിച്ചെടുത്തിട്ട് നിങ്ങൾ വെള്ളം വേണം കേട്ടോ. അപ്പം നമ്മളിത് ഓണാക്കാൻ പോവാണ്. അപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പും വെള്ളമാണ്. നമ്മളിത് സാധാ പൊടിപ്പുണിയും നല്ലത് ഒരു ഭരണിയിൽ കല്ലുപ്പ് ഇട്ട് വെച്ചിട്ട് അതിക്ക് വെള്ളം ഒഴിക്കലാണ് നല്ലത്. അതാകുമ്പോൾ നമുക്ക് വെള്ളം യൂസ് ചെയ്യാം. ഇനി ഇത് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതിലുള്ള പുഴുക്കളും കീടാണുക്കളും പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഗായ്സ്, അപ്പം നമുക്ക് ഇനി കോളിഫ്ലവർ എഗ് ഫ്രൈ തുടങ്ങിയാലോ. ആദ്യം ഞാനിവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, കുറച്ച് മതിയേ. നമുക്ക് ഉള്ളിട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായി ഒന്ന് വാടണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടോ. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്, അത് വളരെ കുറവായിരിക്കും. ഞാൻ ഇവിടെ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ലോ ഫ്ലെയിമിൽ ചെയ്യണം, വലിയ കരിഞ്ഞെന്ന് പോകും കേട്ടോ. ഇനി നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ തിളപ്പിച്ചെടുത്ത കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ ഒരു പച്ച ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വൈകുന്നേരം ഇതിൽ പറയാം കേട്ടോ. ഇതിലിപ്പോൾ നമ്മൾ കുരുമുളകും ബദാമും ഇട്ടിട്ടുണ്ട്, അതാണ് അതിൻ്റെ ഒരു വെള്ള കളറ്. നന്നായി കുക്ക് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്യാം. എല്ലാം മണം വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു മുട്ട ഇട്ടിട്ടാണ് ഗൈസ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി മിക്സ് ചെയ്യാം ഗായ്സ്. ഇതെൻ്റെ ചെറിയ പെങ്ങൾക്കുള്ള ചോറിന് വേണ്ടി ഉണ്ടാക്കുന്നതാട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു മുട്ടാണ് ഉണ്ടാക്കിയത്. ഇതൊരാൾക്കുള്ളതാട്ടോ. ഇതൊരാൾക്കുള്ളത് കൊടുക്കണമെന്ന് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ. അപ്പം നമ്മളെ കോളിഫ്ലവർ എഗ് ഫ്രൈ ഇതാവണം, റെഡി ആയിക്കണം കണ്ടോ. നമ്മളിവിടെ അപ്പം നമ്മൾ അലങ്കാരത്തിന് വേണ്ടി എന്താ ചെയ്തിരിക്കണമെന്ന് അറിയാം കേട്ടോ. നമ്മൾ ക്യാരറ്റ് സ്ലൈസാക്കി മുറിച്ച് വെച്ച്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സാധനം തന്നെയാണ്. ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ, ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.